ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് എന്നാണ് ഉത്തരം. ഓപ്ഷൻ സി ഹോസ്ദുർഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ എക്സ്പ്രസ്. അടുത്ത ചോദ്യം: ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹമാണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്: ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷമേത്? ഉത്തരം ഓപ്ഷൻ ബി 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം. ഈ ഒരു ചോദ്യം നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. ഇപ്പോൾ കാശ്മീരിലും വിവരാവകാശ നിയമം ബാധകമാണ്. അടുത്തത്: താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തതാര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി KP കേശവമേനോൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യ ദിവസങ്ങളിൽ സത്യാഗ്രഹികളിൽ പെടാത്തതാണ് KP കേശവമേനോൻ. അടുത്തത്: ഗേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഗേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോർ. ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാര്? ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാരാണ്? ഉത്തരം ഓപ്ഷൻ ബി വീരേശ ലിംഗം. ഇനി അടുത്ത ചോദ്യം: രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ഓപ്ഷൻ ഡി മെക്കാളെ പ്രഭുവാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാർ ഒപ്പിട്ട വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1966 ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാർ ഒപ്പിട്ടത്. അടുത്തത്: സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മണിയാർ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം അറിയപ്പെടുന്ന പേര്? ഉത്തരം ഓപ്ഷൻ ബി ജനഹിത പരിശോധന. അടുത്തത്: പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതിക്ക് അനുമതി നൽകുന്നത്. അടുത്തത്: ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റിയാണ് ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. അടുത്ത ചോദ്യം: തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. ഉത്തരം ഓപ്ഷൻ എ ലിഗ്നൈറ്റ് നിക്ഷേപങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കാണുന്നത്. അടുത്തത്: നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കോസി പദ്ധതി. അപ്പോൾ കോസി പദ്ധതി ആരൊക്കെ ചേർന്നിട്ടുള്ളതാണ്? നേപ്പാളും ഇന്ത്യയും ചേർന്നിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം: പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂർ. അടുത്തത്: ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ബോംബെ പദ്ധതി. 1944 ബോംബെ പദ്ധതി. അടുത്തത്: കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 860 കേരളത്തിൻ്റെ ജനസാന്ദ്രത. അടുത്തത്: IFSC കോഡിന് എത്ര ഡിജിറ്റുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം ഇവിടെ IFC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും IFSC കോഡാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ശരിക്കും IFSC കോഡിന് എത്ര ഡിജിറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 ഡിജിറ്റുകളുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്: മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം 1568. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷമാണ്. ഉത്തരം 1568.
അടുത്തത് ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അനുച്ഛേദം 330 ഇനി ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആസ്ട്രോസാറ്റ് ആണ്. അടുത്തത് ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ബോയിൽ നിയമമാണ്. അടുത്തത് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമേത്. ഉത്തരം ഓപ്ഷൻ സി വിസരണം. അടുത്തത് 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ജലത്തിൻ്റെ താപനില 1 ഡിഗ്രി കെൽവിന് കൂടും. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടേത് 2 ഡിഗ്രി കെൽവിനും വ്യത്യാസം വരും. അടുത്തത് വായു, അതായത് ജലം 301 കെൽവിനും വെളിച്ചെണ്ണ 302 കെൽവിനും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത് വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഉത്തരം ഓപ്ഷൻ എ വായുവിലായിരിക്കും ശബ്ദത്തിൻ്റെ പ്രവേഗം ഏറ്റവും കുറവ്, പിന്നീട് ജലം, ഏറ്റവും കൂടുതൽ ഇരുമ്പ്. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി. ഐസോടോപ്പുകളായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾക്കറിയാം ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ അവയുടെ പ്രോട്ടോൺ നമ്പർ, അറ്റോമിക് നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ 72 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അടുത്തത് മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി പാചകവാതകത്തിലെ പ്രധാന ഘടകം മീഥെയ്ൻ അല്ല. ഏതാണ് പാചകവാതകത്തിലെ പ്രധാന ഘടകം? അത് ഏതാണെന്ന് കമൻ്റായിട്ട് അറിയുന്നവർ അറിയിക്കുമല്ലോ. അടുത്തത് ഒരൊറ്റ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി 32. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ഹേബർ പ്രക്രിയ. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80 എണ്ണമാണ്. ടോട്ടൽ അസ്ഥികൾ 206 ആണ്. അടുത്തത് വനങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴ. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് ഏത്? ഓപ്ഷൻ എ വാതപ്പനി. വാതപ്പനി ഒരു സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ്. കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി പട്ടാമ്പി. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി. കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി കാരുണ്യ പദ്ധതി. അടുത്തത് വനനശീകരണം, വ്യാവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആഗോള താപനം. 48ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ഉത്തരം ഓപ്ഷൻ സി ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കണ അഥവാ റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നു. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? പ്ലാസ്മോഡിയം. അടുത്തത് കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക മരം തെങ്ങ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗ്രാമസഭയിലാണ്. അടുത്തത് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ ഡി 1961. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം അസം. അടുത്ത ചോദ്യം ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി താപ്തി നദി. ഈ കാവേരി നദിയും കൃഷ്ണ നദിയും തുംഗഭദ്രയും ഒക്കെ
ബംഗാളിലാണ് പതിക്കുന്നത്. താപ്തി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദിയാണ്. അടുത്തത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ 2005. കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി നിവേദിത പി ഹരൻ. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻ സി റൂർക്കേല. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? 2013. അടുത്തത് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി താലൂക്ക് ത്രിതല പഞ്ചായത്തിൽ വരില്ല. ഗ്രാമം, ജില്ല, ബ്ലോക്ക് ഇതാണ് 3ഉം ത്രിതല പഞ്ചായത്തിൽ വരുന്നത്. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ സി പണ്ഡിത രമാബായി. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വിവരാവകാശ നിയമം. കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്ന ഡേറ്റാണ് പിന്നീട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ഏപ്രിൽ 5, 1957 കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ആ നഗരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. DMCK. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. ഇന്ദിരാ ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ദാരിദ്ര്യം. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ജൂണോ. അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജയന്തി പട്നായിക്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഫസൽ അലി. 1857 1ാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബീഗം ഹസ്രത്ത് മഹലാണ്. അടുത്തത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 35 വയസ്സ്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം എന്നാണ്? ഓപ്ഷൻ സി 1947. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. അടുത്തത് ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഐസക് ന്യൂട്ടൺ. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ചുവപ്പ്. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ ബി ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ അയിര്. അടുത്തത് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഓപ്ഷൻ സി ഇലക്ട്രോൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. അടുത്തത് ചലനം മൂലം ഒരു വസ്തുവിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഉത്തരം ഗതികോർജം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് താപത്തിൻ്റെ യൂണിറ്റ് എന്ത്? താപത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. താപത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതാണ്? ഡെസിബൽ മീറ്റർ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ഉത്തരം ബേക്കലൈറ്റ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത്? ഈ ഒരു ചോദ്യം ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ അടുത്തത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്, കണ എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പീച്ചി. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ടൈഫോയിഡിന് കാരണമായ രോഗകാരിയാണ് ഏത്? നമ്മുടെ ബാക്ടീരിയയാണ് ടൈഫോയിഡിന് കാരണം.
അടുത്തത് കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961 മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? മീഥൈൽ മെർക്കുറിയാണ് മീനമാത ദുരന്തത്തിന് കാരണമായത്. ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൽഗകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഫൈക്കോളജി. അടുത്തത് കേരളത്തിലെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? വീണ ജോർജ് ആണ് അല്ലേ? വീണ ജോർജ്. ഓക്കെ. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത്. അത് എവിടെയാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, തെന്മലയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് ഉള്ളത്. അടുത്തത് അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം ഏതാണ്? 2016 അന്താരാഷ്ട്ര പയറ് വർഷമായി ആചരിച്ചത്. ഇനി അടുത്ത ചോദ്യം, 16ാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ഉത്തരം അരവിന്ദ് പനഗരിയ. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആര്? ഉത്തരം ശാരദ മുരളീധരൻ. അടുത്ത ചോദ്യം, ഭാരതത്തിൻ്റെ നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഹീരാലാൽ സമാരിയ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അടുത്ത ചോദ്യം, സീറോഫ്താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്? ഉത്തരം ഓപ്ഷൻ സി, വിറ്റാമിൻ എ. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ഉത്തരം ത്വക്ക്. ഒരു സസ്യ ഹോർമോണാണ് താഴെ തന്നിട്ടുള്ളതിൽ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഗിബ്ബർലിനാണ് താഴെ തന്നിട്ടുള്ളതിൽ സസ്യ ഹോർമോൺ. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കുരുമുളക്. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഫംഗസ്. അടുത്തത് തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേര് മെനിഞ്ചസ് ആണ്. അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥം ഏത്? ഉത്തരം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ് അത് മാനിഹോട്ട് യൂട്ടിലിസിമ. അടുത്തത് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ ഡി, ഏപ്രിൽ 7. അടുത്തത് ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചതാര്? ഉത്തരം എഡ്വേർഡ് ജെന്നർ. 100 ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.